ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ വീട്ടിലേക്കുള്ള അലോവേരയില്ലേ, അതെങ്ങനെ കുറേ അധികം നാൾ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം, സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിലൊരു 2 അലോവേര ഉണ്ട്. ഇതിൽ നിന്നുള്ളത് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പ്രിസർവ് ചെയ്ത് വെക്കാം, കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ സമയം ഇരുട്ടി. അപ്പം ഞാൻ രാത്രിയായപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് ചെയ്തിന്ന് തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 3 തണ്ടാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇത് അത്യാവശ്യം വലുതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രിസർവ് ചെയ്തിന് വെക്കാം. ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഫേസ് പാക്ക്, ഹെയർ പാക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഞാൻ ഇപ്പം 3 എടുത്തിട്ടുണ്ട്, 3 തണ്ട്. ഈ 3 തണ്ട് ഞാനിങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ് ഈ അലോവേര. ഇതിൻ്റെ ഈ ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് നല്ലപോലെ കളയണം, എങ്കിൽ മാത്രമേ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫേസിലൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ചൊറിച്ചിൽ അലർജിയുണ്ട്. ചില ആളുകൾക്ക് പ്രശ്നമേ ഇല്ല കേട്ടോ, ഡയറക്റ്റ് ഇത് ഫേസിലിട്ടാൽ ഒരു കുഴപ്പമില്ലാത്തവരുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും ഇതിൻ്റെ ഈ ഒരു മഞ്ഞ കളറുള്ള ലിക്വിഡ് ഇതിൽ നിന്ന് കളയണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇന്ന് ചെയ്യുന്നത്, ആദ്യം ഈ ഒരു തണ്ടിൻ്റെ ഈ അറ്റ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്തിട്ട് കുറച്ച് പച്ചവെള്ളത്തിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കുറച്ച് നേരം നമ്മളിത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. ഒരു 1-2 മണിക്കൂർ നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഈ ഒരു തണ്ട് നമ്മൾ കട്ട് ചെയ്തത് ഇട്ട് ഇരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി ഇതിനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ തണ്ടുകളെല്ലാം കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ തണ്ടാട്ടോ, അതുകൊണ്ട് ഇതിനകത്ത് അത്യാവശ്യം അലോവേര ജെൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ മുള്ളുണ്ട് കേട്ടോ, ചെറിയ മുള്ളുകളുണ്ട്. അതൊന്നും നിങ്ങളുടെ കയ്യിൽ കൊണ്ട് മുറിയൊന്നും ചെയ്യരുത് കേട്ടോ. ഞാനെന്തായാലും ആ മുള്ളുകൾ ഇപ്പോൾ കളയുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ചിലതൊക്കെ ചെയ്യും, അത് ചിലപ്പോൾ ഞാൻ ഈ തണ്ട് കൊണ്ടുവന്നിട്ടേ ഇതിങ്ങനെ കുത്തനെ ഇങ്ങനെ ചാരി വയ്ക്കും. അതൊരു കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇതിനുള്ള മഞ്ഞ ലിക്വിഡ് ഊറിപ്പോകും. ഞാനൊരു തവണ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ എനിക്ക് അലർജി ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് ഫേസിലിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചൊറിഞ്ഞു, മുഖത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ വന്നു. അതിൽ പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പം ഞാൻ ഈ മെത്തേഡാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കണ്ട എല്ലാ അലോവേരയും ഞാൻ ഇതുപോലെ തണ്ടുകൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു 1-2 മണിക്കൂർ മാറ്റി വയ്ക്കണം. അപ്പോൾ ഒരു 1-2 മണിക്കൂർ മാറ്റി വെച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഒരു മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു 3-4 വട്ടം പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ ഇനി അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കഴുകി എടുക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കട്ട് ചെയ്ത ഈ ഓരോ പീസില്ലേ, ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ മുള്ളുകൾ കട്ട് ചെയ്തിട്ട് ഈ പച്ച കളറിലുള്ള പോർഷനും കൂടെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മൾ ആ ജെല്ല് മാത്രം എടുക്കണം. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിനി 3-4 വട്ടം കഴുകിയെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാ പീസുകളിൽ നിന്നുള്ള ആ ഒരു ജെല്ല് മാത്രം കട്ട് ചെയ്തെടുക്കുവാണ്. ഇതിൻ്റെ സൈഡിൽ മുള്ളുകളുണ്ട് കേട്ടോ, ചെറിയ മുള്ളുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, ഈ പച്ച ഒരു പോർഷന് നമുക്ക് ആവശ്യമില്ല, ആ ജെല്ല് മാത്രം മതി. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അലോവേര യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ ചെയ്യാൻ കിട്ടും. അലോവേരയുടെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. ഭയങ്കരമായിട്ട് ബെനിഫിറ്റുള്ള സാധനമാണ് ഈ അലോവേര. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ നട്ട് വളർത്തി അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത്. പക്ഷേ എന്താണെന്നറിയോ, ഇത് പെട്ടെന്ന് ചീത്തയായിപ്പോവും. അതാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് നമ്മൾ കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ടുണ്ടേ. ഇനി ഇത് 3-4 പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ കഴുകും. ഞാനെന്നെ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ എനിക്കിത് ഭയങ്കര അലർജി ആയതുകൊണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ പിന്നെ ഇതിങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് പിന്നെ ചൊറിയത്തൊന്നുമില്ല കേട്ടോ. ഇനി വേണ്ടത് ഞാൻ തണുത്ത വെള്ളമാണ്, ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കൂടെ ഞാൻ കഴുകുന്നുണ്ട്. അയ്യോ, അപ്പോൾ ഈ തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കഴുകുമ്പോൾ ഭയങ്കര പാടാട്ടോ കഴുകാനായിട്ട്. കൈയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ മരച്ചു പോവും. എന്നാലും ഞാൻ പെട്ടെന്നൊരു 3-4 വട്ടം കൂടെ കഴുകി എടുക്കുവാണ്. അങ്ങനെ ഒരു 2-3 വട്ടമൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ അലോവേര പീസുകളെല്ലാം അതിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക.
എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രീസറിൻ്റെ ഐസ് കട്ട ഫ്രീസാക്കുന്നുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ടിത് ഫ്രീസ് ചെയ്യുക. അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ അലോവേര ഒരു 8 മാസം വരെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ലാതെ. ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഫേസ് പാക്കോ ഹെയർ പാക്കോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.